Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Pioneer. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ ചെറുമകന്റെ അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മണിയറ കാർത്തിയായനിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രദേശവാസികളും നാട്ടുകാരും. പോലീസ് കസ്റ്റഡിയിലെടുത്ത ചെറുമകൻ റിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക, സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 77.81% വിജയം. തിളക്കമാർന്ന വിജയവുമായി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സീത എസ്. 1 മാർക്ക് നഷ്ടത്തിൽ സീത നേടിയത് 1200-ൽ 1199 മാർക്ക്. വെള്ളൂർ ആലിൻകീഴ് നിവാസികളുടെ ആവശ്യത്തിനായി ദേശീയപാതയ്ക്ക് ഇരുവശവും എത്താൻ നിർമ്മിച്ച അടിപ്പാത ദുരിതപാതയായി. ഇവിടെ അനുവദിച്ചു കിട്ടിയത് 45 മീറ്റർ നീളത്തിൽ ഇടനാഴി പോലെ ഒരു അണ്ടർ പാസേജ്. വെളിച്ചക്കുറവും മുട്ടോളം ചെളിയും ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള യാത്ര ദുരിതമാക്കുന്നു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ ചെറുമകന്റെ അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മണിയറ കാർത്തിയായനിയുടെ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ പയ്യന്നൂർ കൊക്കാനിശ്ശേരി കണ്ണങ്ങാടിന് സമീപത്തുള്ള വീട്ടിലെത്തിച്ചു. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മെയ് 11-നാണ് കൂടെ താമസിക്കുന്നതിന്റെ വിരോധത്തിൽ ചെറുമകനായ റിജു കാർത്തിയായനെ ആക്രമിച്ചത്. കൂടെ താമസിക്കുന്നതിന്റെ വിരോധത്തിൽ റിജു കാർത്തിയായനെ ചവിട്ടി വീഴ്ത്തിയെന്നും തല ചുമരിൽ ഇടിപ്പിച്ചെന്നും ഹോം നേഴ്സാണ് പരാതി നൽകിയത്. തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയായനിയമ്മ പരിയാരം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രി 8:30 ഇവർ മരണപ്പെട്ടത്. മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ പയ്യന്നൂർ കൊക്കാനിശ്ശേരി കണ്ണങ്ങാടിന് സമീപത്തുള്ള വീട്ടിലെത്തിച്ചു. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൂരിക്കോവൽ സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. ചെറുമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർത്തിയായനിയുടെ മരണവിവരം അറിഞ്ഞ ഉടനെ പോലീസ് റിജുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:30 റിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക, സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക, സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക, സർവീസ് റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, ദേശീയപാത നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷത്തിൽ ഓഫീസിലെ ജനൽ ഗ്ലാസുകൾ തകർന്നു. ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് ഗേറ്റിൽ തടഞ്ഞുവെങ്കിലും പോലീസിനെയും മറികടന്ന പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഷിമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പൊ ജൂൺ മാസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ജൂൺ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ മഴയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ദേശീയപാതയിൽ ചില സ്ഥലത്ത് വിള്ളലുകൾ രൂപപ്പെടുകയാണ്. അപ്പൊ ആ വിള്ളലുകൾ ഉണ്ടാവുമ്പോ അത് എഞ്ചിനീയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും? വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോ അത് ആ നിമിഷം തന്നെ എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും? M. സുധാജ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകർ മേഘ കൺസ്ട്രക്ഷൻ അധികൃതരുമായി സംസാരിക്കുകയും പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ തുടർ സമരപരിപാടികൾ നടത്തുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചു. ഇങ്ങോട്ടേക്കുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണ ഇവർക്ക് ഇന്ന് സംബന്ധിച്ചില്ല. അപ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് അവിടെ കേന്ദ്രീകരിച്ചത്. നമ്മളിപ്പോൾ സംസാരിച്ച ഘട്ടത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇപ്പോൾ തന്നെ ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർമാരെയും കൂട്ടി ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് വളരെ കൃത്യയോട് പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് ഇതിൻ്റെ അപ്ഡേഷൻ തരാമെന്ന് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചത് ഈ 4 മണിക്കത്തെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുക്കുന്ന തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ തുടർ സമരങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണ്ടത് എന്ന് സംബന്ധിച്ച് ആലോചിക്കുന്നത്. CP ഷിജു, PV ശിവശങ്കരൻ, M. സജേഷ്, P. ജിതിൻ, PK പ്രതീഷ്, M. സുമേഷ്, P. സന്ദീപ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാർച്ചിൽ നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. 77.81% വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 3,70,642 പേർ പരീക്ഷ എഴുതിയതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് അർഹരായി. കഴിഞ്ഞ വർഷം 78.69% വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ സ്കൂളുകളിൽ 73.23% വിജയം നേടി. 30,145 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. കഴിഞ്ഞ വർഷം 39,242 പേർക്കായിരുന്നു ലഭിച്ചത്. വിജയശതമാനം കൂടുതൽ എറണാകുളം ജില്ലയിലാണ്, 83.09%. വിജയശതമാനം കൂടുതൽ എറണാകുളം ജില്ലയിലാണ്, 83.09% വിജയശതമാനം. ഏറ്റവും കുറവ് കാസർഗോഡാണ്, 71.09% ഇവിടെ വിജയശതമാനം. 57 സ്കൂളുകൾ 100% വിജയം നേടി. 2ാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിച്ചു. 70.06% വിജയം. 71.42% കഴിഞ്ഞ വർഷം. പരീക്ഷ എഴുതിയ 26,178 കുട്ടികളിൽ 18,340 പേർ വിജയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാഫലം തിളക്കമാർന്ന വിജയവുമായി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സീത S. 1 മാർക്ക് നഷ്ടത്തിൽ 1200-ൽ 1199 മാർക്കാണ് സീത നേടിയത്. ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ സയൻസ് വിഷയത്തിൽ മികച്ച വിജയവുമായി പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി S. സീത. പയ്യന്നൂരിലെ വ്യാപാരിയും കണ്ടങ്ങാളി സ്വദേശിയുമായ NV സതീഷ് ബാബുവിന്റെയും തിമിരി സ്കൂൾ അധ്യാപിക K. സ്മിതയുടെയും മകളാണ് സീത. 1 മാർക്ക് നഷ്ടത്തിൽ 1200-ൽ 1199 മാർക്കാണ് സീത നേടിയത്. റീവാലുവേഷൻ നടത്തി മുഴുവൻ മാർക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സീത. ഇതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തത് സ്കൂളിലെ ടീച്ചേഴ്സും ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഉണ്ട്. വീട്ടിലെ അച്ഛനും അമ്മയായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ആലിൻകീഴ് നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ദേശീയപാതയ്ക്ക് ഇരുവശവും ചെല്ലാനായി ഒരു അടിപ്പാത. എന്നാൽ 45 മീറ്റർ നീളത്തിൽ ഇടനാഴി പോലെ ഒരു അണ്ടർ പാസേജാണ് ഇവിടെ അനുവദിച്ചു കിട്ടിയത്. വെളിച്ചക്കുറവും മുട്ടോളമുള്ള ചെളിയും ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള യാത്ര ദുരിതമാക്കി തീർക്കുകയാണ്. ചെറിയ കുളം പോലെ തോന്നിക്കുന്ന ഈ വെള്ളക്കെട്ട് ഒറ്റ മഴ കൊണ്ട് തന്നെ വെള്ളൂരാലിലെ അണ്ടർ പാസേജിന് മുന്നിൽ രൂപപ്പെട്ടതാണ്. പെരളം, കണിയേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകേണ്ടുന്ന ജനങ്ങൾ ആശ്രയിക്കേണ്ടുന്ന അണ്ടർ പാസേജിന്റെ ദയനീയ സ്ഥിതിയാണിത്.
പകൽ പോലും ഇരുട്ടുമൂടിയ ഈ വഴിയിൽ കൂടി രാത്രിയാത്ര ഭീതിപ്പെടുത്തുന്നതാണ്. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനേന ഈ വഴി പോകേണ്ടുന്നത്. ജനങ്ങൾക്ക് നടന്നു പോകാൻ ഇത് ഇവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങൾ സംഘടിച്ചിട്ട് വേറെ പ്രക്ഷോഭം നടത്തിയതിന് ശേഷം നിലവിൽ വന്ന അണ്ടർപാസാണിത്. അതിൻ്റെ ഉള്ളിൽ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ കാലവർഷം തുടക്കത്തിൽ തന്നെ 2 ദിവസമേ മഴ പെയ്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പേരളം ഭാഗത്തേക്കും കണിയേരി ഭാഗത്തേക്കൊക്കെ പോകുന്നവർ, അതിൽ അപ്പുറം മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ജനങ്ങൾക്കുണ്ട്. മുട്ടോളം വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജ് സംവിധാനം ഇവിടെ തീരെ ശരിയായി പ്രവർത്തിക്കുന്നില്ല. കാരണം വെള്ളം ഡ്രെയിനേജിലൂടെയല്ല പോകുന്നത്, റോഡിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊന്നും പണി പൂർത്തിയായിട്ടില്ല. ആ വെള്ളവും ഈ അണ്ടർപാസിന് ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. കാൽനടയാത്രക്കാർ മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വഴി ഇതുമാത്രമാണ്. നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ദേശീയപാതയിലുണ്ടായത്. ഡ്രൈനേജ് വഴിയും കൃത്യമായ രീതിയിൽ വെള്ളം ഒലിച്ചു പോകാത്തതുകൊണ്ട് തന്നെ സമീപത്തെ കടകളിലേക്ക് പോലും വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ടായി. വെള്ളൂരാളിലെ ജനങ്ങൾ ഏറെ പ്രക്ഷോഭം നടത്തിയതിന് ശേഷം അവർക്ക് അനുവദിച്ച് കിട്ടിയ ഒരു അണ്ടർ പാസേജാണിത്. ഏറെ ഇടുങ്ങിയ ഒരു ഇടനാഴി എന്ന് തന്നെ ഇതിനെ പറയാം. ഈ ക്ലോസ്ഡ് റൂമിലൊക്കെ കയറുമ്പോൾ പേടിയുള്ളവർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിനകത്ത്. ഇരുട്ടുമുറിയാണ്. ഇത്രയും നീളത്തിൽ കിടക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു പോകേണ്ടുന്ന അവസ്ഥ ഇനി സ്കൂൾ തുറക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെ പ്രദേശവാസികളൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ വളരെ പേടി തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഒരു പട്ടിയോ മറ്റോ ഒന്ന് കുറുകെ ചാടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ പോലുമുള്ള ഒരു സൗകര്യമൊന്നുമില്ല. മഴ തുടങ്ങിയതേ ഉള്ളൂ. 2 ദിവസമായി നിർത്താതെ മഴ പെയ്തപ്പോൾ തന്നെ മുട്ടോളം വെള്ളവും ചെളിയുമാണ് ഈ വഴിയിലുള്ളത്. ആളുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കേരളത്തേക്കും മറ്റുമൊക്കെ പോകാനുള്ള ആളുകളൊക്കെ ഈ അണ്ടർ പാസേജ് ആയിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വെള്ളൂരാലിൽ നിന്ന് നൽകാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പഴയങ്ങാടി ചെങ്ങൽ തീരദേശ റോഡിന് സമീപം റോഡരികിൽ സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതായി പരാതി. മാലിന്യം നിക്ഷേപിക്കാതിരിക്കാൻ സ്ഥാപിച്ച ബോർഡാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. 1.5 വർഷത്തിനിടെ 3 തവണയാണ് ഇവിടെ സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കപ്പെടുന്നത്. പഴയങ്ങാടി ചെങ്ങൽ റോഡരികിൽ KT സുരേഷിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് നശിപ്പിച്ചതായാണ് പരാതി. മാലിന്യം നിക്ഷേപിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരമൊരു ബോർഡ് സ്ഥാപിച്ചിരുന്നത്. സ്ഥലപ്പേരും ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബോർഡ് ഇവിടെ നിന്നും ഇളക്കിമാറ്റിയ നിലയിലാണുണ്ടായിരുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഇത് 3-ാം തവണയാണ് ബോർഡ് നശിപ്പിക്കപ്പെടുന്നതെന്ന് KT സുരേഷ് പറയുന്നു. മാലിന്യങ്ങൾ ഇടാൻ പാടില്ലാത്ത ഒരു ബോർഡ് ഞാൻ വെച്ചതാണ്. അത് 2-3 പ്രാവശ്യമായി ഇപ്പം ആരോ അത് പൊടിച്ചിട്ട് ചാടുന്നു. ആരാന്നറിയില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇപ്പം ക്യാമറയും വെക്കുന്നുണ്ട്. ബോർഡ് നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സുരേഷ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ പരിപാലന ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ നേതൃത്വത്തിൽ കൗവായി പുഴയോരത്ത് ജനകീയ സദസ്സും കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതികപരമായിട്ടുള്ള വലിയ തോതിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം തടയാനും നല്ല നിലയിൽ നമ്മുടെ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കാനും നമുക്ക് കഴിയണം. ആ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം അണിനിരന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. വൈസ് ചെയർമാൻ VV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. C ജയ, T വിശ്വനാഥൻ, TP സമീറ, VV സജിത, കൗൺസിലർമാരായ നസീമ ടീച്ചർ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കാവുകളും പുഴകളും തോടുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് പദ്ധതിയിലൂടെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴയത്ത് ചോർന്നൊലിച്ച് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. മുകളിൽ പാകിയ റൂഫിംഗ് ഷീറ്റിന്റെ ഇടയിലൂടെയാണ് വെള്ളം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. പ്ലാറ്റ്ഫോമിന് സമീപത്തെ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്.
കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയാണ് ചോർന്നൊലിക്കുന്നത്. മുകളിൽ പാകിയ റൂഫിംഗ് ഷീറ്റിനിടയിലൂടെയാണ് വെള്ളം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഇരിപ്പിടങ്ങളിലേക്കും വെള്ളം വീഴുന്നുണ്ട്. പോരാതെ പ്ലാറ്റ്ഫോമിന് സമീപത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. പിന്നെ ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യക്കുറവ്, മഴ പെയ്ത് കഴിഞ്ഞാൽ മഴയത്ത് നിൽക്കണം ആൾക്കാർ. പിന്നെ ഉള്ളത് തന്നെ മൊത്തം ചോർന്നൊലിക്കുന്ന അവസ്ഥ, ഒരു ക്ലിയർ ഇല്ല. പിന്നെ ലൈറ്റുകൾ, പിന്നെ ബോർഡ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. ഒരിക്കൽ കത്തി അത് തീർന്നാൽ പിന്നെ മാസങ്ങൾ കഴിയണം അത് നന്നാക്കണമെങ്കിൽ. അതൊക്കെ ക്ലിയർ ആവാൻ ഒരുപാട് കാര്യങ്ങൾ വൃത്തിയാക്കാനും ചെയ്യാനുമുണ്ട്. മഴക്കാല ആരംഭത്തിലെ ദുരിതയാത്രയാണെങ്കിൽ മഴ ശക്തമായാൽ ഈ ദുരിതം ഇനിയും ഇരട്ടിക്കുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. അധികൃതർ ഇടപെട്ട് നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യം മാനവ വംശത്തിനു മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കരയിലും കടലിലുമുള്ള ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന സന്ദേശം വിളിച്ചോതിയാണ് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. വൈവിധ്യം നിറഞ്ഞ ഭൂമിയുടെ ജൈവസമ്പത്ത് നശിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നത് പ്രധാനമാണ്. ഇപ്പോഴത്തെ നിലയിൽ സസ്യനാശം തുടർന്നാൽ 2025 കഴിയുമ്പോൾ ലോകത്തിലെ 25% സസ്യങ്ങളും ഇല്ലാതാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഭക്ഷ്യസുരക്ഷ തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നതും വംശനാശം സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ജീവിവർഗങ്ങൾക്കും പ്രകൃതി നിശ്ചയിച്ച ഓരോ കർമ്മങ്ങളുണ്ട്. അവ ഇല്ലാതാകുന്നതോടെ പരസ്പര പൂരകങ്ങളായ ജീവിവർഗങ്ങളുടെ സമന്വയത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും പടിപടിയായി ഭൂമിയിൽ ജീവൻ അസാധ്യമായി മാറുകയും ചെയ്യും. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ ശുദ്ധമായ ഭക്ഷണവും അതിലൂടെ ആരോഗ്യവും നിലനിർത്താനാകൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നൽകുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ നീതിപൂർവകമായ പങ്കുവെക്കൽ, പ്രകൃതി സംരക്ഷണം, മലിനീകരണം ഒഴിവാക്കൽ, കാലാവസ്ഥാ വ്യതിയാനം തടയൽ തുടങ്ങി ജൈവ വൈവിധ്യ സംരക്ഷണത്തിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് പ്രചോദനമാവേണ്ടതാണ് ഈ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹൈപ്പർ ടെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കരികിലെത്തി പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ഹൈപ്പർ ടെൻഷൻ ദിനമാസാചരണത്തിന്റെ ഭാഗമായി കാങ്കോലാലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ സ്ഥാപനങ്ങളിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുടെ ഇടയിലേക്ക് എത്തി. ആരോഗ്യവകുപ്പിന്റെ താളം പരിപാടിയുടെ ഭാഗമായാണ് കാങ്കോലാലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ചെന്ന് രക്തസമ്മർദ്ദ പരിശോധന നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ആരംഭിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K പത്മിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ഇരിപ്പിടങ്ങളിൽ ചെന്ന് രക്തസമ്മർദ്ദ പരിശോധന നടത്തി. പഞ്ചായത്ത് ഓഫീസ് കൂടാതെ മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, SBI, കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ ജീവനക്കാരെ പരിശോധിച്ചു. കൃത്യനിർവഹണ വേളയിൽ കായികാധ്വാനം, വ്യായാമം എന്നിവ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളവരുടെ ഇടയിൽ ചെന്ന് ആരോഗ്യ പരിശോധന നടത്തി. K ഷാജു, KT ജയപ്രകാശ്, K പ്രസീത, രശ്മി P, ആശാപ്രവർത്തകരായ കാഞ്ചന PV, നളിനി PV എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ടൗണിൽ വൈദ്യുതി തൂൺ നിൽക്കുന്നിടത്തോടുകൂടി ഓവുചാൽ നിർമ്മിച്ചത് കൗതുകവും അധികൃതരുടെ തികഞ്ഞ നിരുത്തരവാദിത്വത്തിന്റെ ഉദാഹരണവുമാണ്. വലിയ പ്രതിഷേധമാണ് ഇത് നാട്ടുകാരിൽ നിന്നും ക്ഷണിച്ചു വരുത്തുന്നത്. കാങ്കോൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായാണ് ഓവുചാൽ നിർമ്മിച്ചത്. കോൺട്രാക്ടർ ഓവുചാൽ നിർമ്മിച്ചപ്പോൾ വൈദ്യുതി തൂൺ നിൽക്കുന്നതൊന്നും നോക്കിയില്ല. ഈ അത്ഭുത പ്രവൃത്തി അങ്ങ് പൂർത്തിയാക്കി. തൂൺ നടുഭാഗത്താക്കിയാണ് ഓവുചാൽ നിർമ്മിച്ചത്. വെള്ളത്തിൽ കൂടി ഒഴുകി വരുന്ന കുപ്പികളും മറ്റും ഈ തൂണിൽ തട്ടി വലിയ വെള്ളക്കെട്ട് ഈ ഭാഗത്തുണ്ടാകും. കൂടാതെ റോഡിൽ നിന്നും വെള്ളം സ്വയം ഓവുചാലിലേക്ക് എടുത്തു ചാടണമെന്ന മട്ടിൽ തടസ്സവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നതാണ് കോൺട്രാക്ടറുടെയും ഇതിന് അനുമതി കൊടുത്തവരുടെയും മനസ്ഥിതി. പ്രതിഷേധവുമായി ആര് വന്നാലും തങ്ങൾ തോന്നിയപടി പണി പൂർത്തിയാക്കും എന്ന ധാർഷ്ട്യവുമാണ് ഈ കൂട്ടർക്ക്. വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓവുചാൽ അശാസ്ത്രീയമായി ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓവുചാലിന്റെ നടുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളതിനാൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കടന്ന് റോഡിലേക്ക് വരുന്നൊരവസ്ഥയാണുള്ളത്. പ്രസ്തുത അധികാരികൾ ശ്രദ്ധിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സദ്ഭാവന തൃക്കരിപ്പൂരിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡയറ്റ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ M ബാലൻ ഉദ്ഘാടനം ചെയ്തു.
രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 53 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്യാഷ് അവാർഡുകളും മെമന്റോകളും വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡേറ്റോ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടപ്പാക്കിയ വിവരസാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറ പാകിയ രാജീവ് ഗാന്ധിയെ യുവതലമുറ എന്നും സ്മരിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ പടവ് കയറിയപ്പോൾ തന്നെ സ്വതസിദ്ധമായ എൻ്റെ മടി എന്നോട് പറഞ്ഞു, വേണ്ട, നിനക്കിതിന് കഴിയില്ല, നീ പരാജയപ്പെട്ടു, നീ കാറ്റിൻ്റെ മുന്നിൽ, നീ പാറയുടെ ചെങ്കുത്തായ കയറ്റത്തിൻ്റെ മുന്നിൽ, വഴുവഴുപ്പുള്ള മഞ്ഞിൻ്റെ മുന്നിൽ ഒന്നും നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നീ പരാജയപ്പെടും. ഉദ്ഘാടന ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് K. ശശി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് നാറാത്ത് രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. സദ്ഭാവന സെക്രട്ടറി K. സജിത്ത്, ട്രഷറർ E. രാജേന്ദ്രൻ, K. ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ കുഞ്ഞിരാമൻ വക്കീൽ സ്മാരക അവാർഡ് ജേതാവും ഗാന്ധിയൻ പ്രവർത്തകനുമായ K. V. രാഘവൻ മാസ്റ്റർ ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലയം കലാക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ നൃത്ത സംഗീതോത്സവം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും പയ്യന്നൂർ ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിലുമായി വിവിധങ്ങളായ പരിപാടികളോടെ അരങ്ങേറി. കലാമണ്ഡലം വനജാരാജന്റെ ശിക്ഷണത്തിൽ ലയം വിദ്യാർത്ഥികൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചു. രാജേട്ടനെ പോലൊരു വ്യക്തിത്വം എനിക്ക് ഏതാണ്ട് ഒരു 30-35 വർഷം മുമ്പായി ഞങ്ങൾ പരിചയമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ ആളുകളും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മെയ് 21 ബുധനാഴ്ച 2 മണിക്ക് പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓൾഡ് ഈസ് ഗോൾഡ് പ്രത്യേക സംഗീത പരിപാടികളോടെ പയ്യന്നൂർ ലയം കലാക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഷൈജു, കലാമണ്ഡലം വിശ്വാസ്, കലാമണ്ഡലം ശ്രീജു പവനൻ എന്നിവർ ചേർന്ന് നിലവിളക്കു കൊളുത്തി നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ K. V. ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വേദിയിൽ ലയം സാരഥികളായ അശ്വതി ഗണേശൻ, ദിവ്യപ്രകാശ്, കീർത്തന രാധാകൃഷ്ണൻ, ദൃശ്യ അശോകൻ, പ്രജ്വൽ P. നായർ എന്നിവരെ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ P. V. കുഞ്ഞപ്പൻ, കൗൺസിലർ K. ചന്ദ്രിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ മനോജ് കുമാർ EP സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രുതി പള്ളിയത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ശാസ്ത്രീയ നൃത്തോത്സവത്തിൽ കലാമണ്ഡലം വനജാരാജന്റെ ശിക്ഷണത്തിൽ ലയം വിദ്യാർത്ഥികൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ നൃത്ത സമന്വയവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭാരതത്തിലെ തന്നെ വിശിഷ്ടമായ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി മെയ് 24 വരെ പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ KSRTC ഗ്യാരേജിന് എതിർവശം SP ബിൽഡിംഗിൽ ഭീമയുടെ എക്സ്പോ ആൻഡ് സെയിൽ ആരംഭിക്കുന്നു. മേളയിൽ വൈവിധ്യങ്ങളാർന്ന ഡിസൈനുകളിൽ പാരമ്പര്യ തനിമയും പുതുമയും ഒത്തിണങ്ങുന്ന ആഭരണങ്ങളുടെ മാസ്മരിക ലോകമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ജ്വല്ലറിയായ ഭീമ ഗോൾഡ് പയ്യന്നൂരിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ സംഘടിപ്പിച്ചു. പെരുമ്പിയിൽ നടന്ന എക്സ്പോയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ നിർവഹിച്ചു. ഭീമ ജ്വല്ലറി ഇത് 2ാം തവണയാണ് പയ്യന്നൂരിൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. മെയ് 24 വരെ 3 ദിവസങ്ങളിലായാണ് എക്സ്പോ നടക്കുന്നത്. വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി ആഭരണ ശേഖരണം എക്സ്പോയിലുണ്ട്. ലോകോത്തര നിലവാരമുള്ള ആഭരണങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും ഡിസ്കൗണ്ടുകളും ഈ മേളയുടെ ആകർഷണമാണ്. 1% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന ആഭരണങ്ങൾ 15,000 രൂപ വരെ ഡയമണ്ട് കാരറ്റിന് കിഴിവ്, 50% വരെ പണിക്കൂലിയിൽ കിഴിവ് ലഭിക്കുന്ന ആഭരണ കളക്ഷനുകൾ എന്നിങ്ങനെ നീളുന്ന അനവധി ഓഫറുകൾക്കൊപ്പം ഭീമയുടെ സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും മേളയിൽ ലഭ്യമാണ്. മിക്ക വെള്ളി ആഭരണങ്ങൾക്കും പണിക്കൂലി ഈടാക്കുന്നില്ല. ആഭരണങ്ങളിൽ വിസ്മയം ഒളിപ്പിച്ചിരിക്കുന്ന അത്ഭുത ലോകമാണ് ഭീമ ഈ മേളയിലൂടെ കാഴ്ചവെക്കുന്നത്. നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും ലഭ്യമാകുന്ന മേള പയ്യന്നൂരിലെ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭീമ ജുവലറി മാനേജിംഗ് ഡയറക്ടർ MS സുഹാസ് അറിയിച്ചു. ആഭരണ പ്രേമികളുടെ നാടായ പയ്യന്നൂരിലേക്ക് ഭീമ 2ാമതൊരു എക്സ്പോ കൂടെ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെ 3 ദിവസത്തേക്ക് ഏവരെയും പയ്യന്നൂർ പെരുമ്പയിലുള്ള SP ബിൽഡിങ്ങിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒട്ടനവധി ആഭരണ ശേഖരമാണ് ഇവിടെ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത്. ഒപ്പം 50% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന
പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും നൽകുന്നുണ്ട്. അതിന് ഉയർന്ന മൂല്യം നിങ്ങൾക്ക് മാക്സിമം ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ 50% ഡിസ്കൗണ്ടും, ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് രണ്ട് ഓഫേഴ്സും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഭീമ ഇന്ന് ദിവസം നൽകുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മാർക്കറ്റിംഗ് മാനേജർ അനീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ബ്രാഞ്ച് മാനേജർ അനീഷ്, ഫിനാൻസ് മാനേജർ ശ്രീജിത്ത്, ഷോറൂം മാനേജർ ടോണി ഫ്രാൻസിസ്, പത്മനാഭൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോത്തായിമുക്ക് ചെറുപുഴ റോഡിലെ സ്വകാര്യ ടെലികോം കമ്പനിയുടെ കുഴിയെടുപ്പ് അനന്തമായി നീളുന്നു. പലയിടങ്ങളിലും എടുത്ത കുഴി മൂടുന്നില്ല. മൂടിയ കുഴിയിലെ മണ്ണാകട്ടെ ഇളങ്ങിക്കിടക്കുകയാണ്. കോത്തായിമുക്ക് ചെറുപുഴ റോഡിലെ സ്വകാര്യ ടെലികോം കമ്പനിയുടെ കുഴിയെടുപ്പ് അനന്തമായി നീളുന്നു. പലയിടങ്ങളിലും എടുത്ത കുഴി മൂടുന്നില്ല. മൂടിയ കുഴിയിലെ മണ്ണാകട്ടെ മഴ പെയ്ത് ഇളകി കിടക്കുകയാണ്. കാങ്കോൽ മുതൽ വൈപ്പിരിയം വരെയാണ് ഇങ്ങനെ കുഴിയെടുത്തിട്ടിരിക്കുന്നത്. നിരവധി ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണിത്. പലതും ആഴത്തിലുള്ള കുഴിയാണ്. ചിലയിടങ്ങളിലൊക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി മൂടിയാൽ തന്നെ നനഞ്ഞ മണ്ണിന് യാതൊരു ഉറപ്പുമില്ല. മഴക്കാലമെത്തുന്നതോടെ വാഹനങ്ങൾ സൈഡ് കൊടുത്താൽ കുഴിയിൽ വീഴാൻ സാധ്യതയേറെയാണ്. കാങ്കോൾ ടൗണിൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെ ഈ വോഡാഫോൺ കമ്പനി ഒരു കേബിളിൻ്റെ കുഴി കുത്താൻ വേണ്ടിയിട്ട് വലിയ ഏകദേശം ഒരു 6 അടി താഴ്ചയത്തെ ഒരു കുഴി കുത്തിയിട്ട് ഇതുവരെ അതിൻ്റെ മൂടാനോ അതിന് ബന്ധപ്പെട്ടില്ല ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. വണ്ടിയും ആൾക്കാരും പോകുന്ന സ്ഥലമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ അത് ഒന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് പിന്നീട് പോലും മറ്റ് അറിയിക്കുന്നത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ജനരോഷം ഉയരേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ AKG ഭവനിൽ നടന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം മാത്രമുള്ള കണക്കാണ്. ഇസ്രായേലിലെ കൂട്ടക്കുരുതി, ഇസ്രായേലിലെ വേട്ടയാടലും അത് നിർലോഭമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു അറുതിയുമില്ലാതെ ഫലസ്തീനിലെ ജനതയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അത്രമേൽ ഭീകരമായ വേദന, അത്രമേൽ ഭീകരമായ അക്രമം ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് അനുനിമിഷം അറിയാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CV രഹിനേജ് അധ്യക്ഷത വഹിച്ചു. VK നിഷാദ്, C ഷിജിൽ, K മനുരാജ്, K മിഥുൻ, മുഹമ്മദ് ഹാഷിം, A മിഥുൻ, ഷിജി P എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനം ജൂൺ 1 മുതൽ ആരംഭിച്ച് ജൂലൈ 15-നകം പൂർത്തീകരിക്കാനും യൂണിറ്റുകളിൽ പഠനോത്സവവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മോഹൻലാലിന്റെ ജന്മദിനത്തിൽ ഏഴിമലയിലെ സ്നേഹസാന്ത്വനത്തിലെ അന്തേവാസികൾക്ക് ആഹാരവും ആനന്ദവുമേകി ഒരു കൂട്ടം ചെറുപ്പക്കാർ. മോഹൻലാൽ ആരാധകനായ രാമന്തളി കോവപ്പുറത്തെ K കിഷോറാണ് കൂട്ടുകാർക്കൊപ്പം ഏഴിമലയിലെ സ്നേഹസാന്ത്വനത്തിലെ അന്തേവാസികൾക്ക് സാന്ത്വനവുമായി എത്തിയത്. മോഹൻലാൽ ആരാധകനായ രാമന്തളി കോവപ്പുറത്തെ K കിഷോറാണ് കൂട്ടുകാർക്കൊപ്പം ഏഴിമലയിലെ സ്നേഹസാന്ത്വനത്തിലെ അന്തേവാസികൾക്ക് മോഹൻലാലിന്റെ ജന്മനാളിൽ സാന്ത്വനവുമായി എത്തിയത്. മിണ്ടിയും പറഞ്ഞും സമയം ചെലവഴിക്കുകയും വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുകയും ചെയ്തപ്പോൾ സ്നേഹസാന്ത്വനത്തിലെ അന്തേവാസികൾക്ക് സന്തോഷത്തിന്റെ നിമിഷമായി മാറി. കിഷോറിനൊപ്പം കോവപ്പുറത്തെ KV ഷിബു, PP ദിവാസ്, അനിലാഷ് PP, PV സന്തോഷ്, OK സത്യൻ, അജീഷ്, PP ചന്ദ്രൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ജാക്സൺ ഏഴിമല സ്നേഹസാന്ത്വനത്തിലെ അന്തേവാസികൾ എല്ലാവരും തന്നെ സന്തോഷ നിമിഷത്തിൽ പങ്കുചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശയും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശയും കസേരയും പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ വിതരണം ചെയ്തു. 6,60,000 രൂപയുടെ ആനുകൂല്യങ്ങളാണ് നൽകിയത്. ഒരാൾക്ക് 40,000 രൂപയുടെ വള്ളവും 20,000 രൂപയുടെ വലയും ഉൾപ്പെടെ 60,000 രൂപയുടെ ആനുകൂല്യം 10 പേർക്ക് നൽകി.
10 മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനമേശയും കസേരയും വിതരണം ചെയ്തു. നിർധനരായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചരിത്രത്തിലാദ്യമായി പഞ്ചായത്തിന്റെ ആനുകൂല്യം ലഭിച്ചത് സന്തോഷകരമായ ചടങ്ങായി മാറി. മത്സ്യത്തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പൊന്നാടയണിയിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. TV ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഇൻസ്പെക്ടർ മിനി സ്വാഗതം പറഞ്ഞു. PP അംബുജാക്ഷൻ, MD സബിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കാര്യപ്പള്ളിയിലെ അംഗൻവാടി ടീച്ചർ മറിയം ഇ, വെള്ളോറ അംഗൻവാടിയിലെ ഹെൽപ്പർ നളിനി PV എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഷൈനി ബിജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ മായ ജ്യോതി, വിജയൻ PP, K സരിത, വിജയൻ PV, രതി കാന, രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അങ്കണവാടി ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുളപ്പുറം പ്രാദേശിക ചരിത്രരചന പഠന കോൺഗ്രസ് മെയ് 24, 25 തീയതികളിൽ കുളപ്പുറത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ചരിത്ര ഗവേഷണ കൗൺസിലും കുളപ്പുറം വായനശാലയും സംയുക്തമായി പ്രാദേശിക ചരിത്രരചന കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. 2025 മെയ് 24, 25 തീയതികളിൽ കുളപ്പുറം വായനശാലയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പ്രാദേശിക ചരിത്രരചന പുതുവഴിയിൽ സമകാലിക അനുഭവങ്ങൾ എന്ന തലക്കെട്ടിലാണ് പരിപാടി. പ്രമുഖ ചരിത്രകാരനും KCHR ചെയർമാനുമായ ഡോക്ടർ KN ഗണേഷ് ഉദ്ഘാടനം ചെയ്യും. ദേശചരിത്ര നിർമ്മിതി ഒരു ആമുഖം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പഠന കോൺഗ്രസിൽ വിഷയാവതരണം നടത്തും. തിരഞ്ഞെടുക്കപ്പെട്ട 100 പ്രതിനിധികൾ കോൺഗ്രസിൽ പങ്കെടുക്കും. 24 വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക സായാഹ്നം സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്യും. KCHR ഡയറക്ടർ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ TV രാജേഷ് അധ്യക്ഷത വഹിക്കും. 25 വൈകുന്നേരം 4 മണിക്ക് സമാപന സമ്മേളനം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. പരിയാരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ TV രാജേഷ്, TV ഉണ്ണികൃഷ്ണൻ, VV ചന്ദ്രശേഖരൻ, VV രതീഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ വൈക്കത്ത് കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. നടക്കാവ് മിഥിലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് മൈത്താണി പ്രദേശങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കാരുണ്യ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. BSc ഫിസിക്സിൽ ഉന്നത വിജയം നേടിയ രേവതി രാജ്, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ K നിരാമയ്, K ആഗ്നേയ, ജെറിൻലോ ജോസഫ്, USS സ്കോളർഷിപ്പ് നേടിയ A ആരാധ്യ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചിക്കൻ കിട്ടിയാൽ ഒരു സന്തോഷം. ചോറിന്റെ മുമ്പിൽ ചിക്കൻ ഉണ്ടായാൽ മതി. ചോറിന്റെ മുമ്പിൽ ചിക്കൻ കഴിക്കണമെന്നൊന്നുമില്ല. ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ചോറിന് പോകാനൊരു സന്തോഷമാണ് അല്ലേ? അല്ലേ? നിങ്ങളെ കാര്യം അല്ലേ? ചിക്കൻ കഴിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ചിക്കൻ മുമ്പിൽ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരകമായ അസുഖങ്ങൾ ക്ഷണിച്ചു വരുന്ന. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഈ കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണുകയാണ്. കാരുണ്യ പുരുഷ സംഘം പ്രസിഡന്റ് ജേസൺ ജോസ് അധ്യക്ഷത വഹിച്ചു. ദിലീഷ് കരയാപ്പള്ളി, K ചന്ദ്രൻ, C സുരേഷ്, K രാജൻ, K സുകുമാരൻ മാസ്റ്റർ, E രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാരുണ്യ പുരുഷ സംഘം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സൗഹൃദ സദ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 21ന്റെ പരിപാടിക്കകത്ത് പോയാൽ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 20,000 ആൾക്കെങ്കിലും ഈ ജൂൺ മാസം 21ന്റെ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഈ ജോബ് മേളയിൽ ഈ കണ്ണൂർ ജില്ലയിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്.
ചടങ്ങിൽ കെ പത്മിനി അധ്യക്ഷയായി. രവി രാമന്തളി പദ്ധതി വിശദീകരിച്ചു. സതീശൻ മാസ്റ്റർ, കെ പി കണ്ണൻ, മുരളി മാസ്റ്റർ, കെ ഗോവിന്ദൻ, സൗമ്യ, അശ്വതി, ശ്രീകുമാർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുടുവക്കുളങ്ങര കളിമൺ കോർട്ട് ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കടുവാക്കുളങ്ങരയിലെ പ്രകൃതി സൗഹൃദ കളിമൺ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യവും ഏറ്റവും സന്തോഷവും ഏറ്റവും അഭിമാനവും തോന്നുന്ന ഈ ഒരു മുഹൂർത്തം. കാരണം നമുക്കറിയാം, ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യമായത് ഇപ്പോൾ കളിസ്ഥലങ്ങളാണ്. ആ കളിസ്ഥലങ്ങൾ ഒരു സർക്കാർ ഫണ്ടും ഉപയോഗിക്കാതെ 12 വ്യക്തികൾ ചേർന്നുകൊണ്ട് നാടിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഈ കളിമൺ കോർട്ട് എന്നുള്ളത്. ചടങ്ങിൽ കെ മുരളീധരൻ അധ്യക്ഷനായി. ഇന്ത്യൻ കബഡി കോച്ചും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ ഭാസ്കരൻ ഇ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഹരികുമാർ പി, രഞ്ജിത്ത് എം വി, രാജേഷ് ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ ചെറുമകന്റെ അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മണിയറ കാർത്തിയായനിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രദേശവാസികളും നാട്ടുകാരും. പോലീസ് കസ്റ്റഡിയിലെടുത്ത ചെറുമകൻ റിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക, സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 77.81% വിജയം. തിളക്കമാർന്ന വിജയവുമായി കണ്ടങ്ങാളി ഷെണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സീത എസ്. 1 മാർക്ക് നഷ്ടത്തിൽ സീത നേടിയത് 1200-ൽ 1199 മാർക്ക്. വെള്ളൂർ ആലിൻകീഴ് നിവാസികളുടെ ആവശ്യത്തിനായി ദേശീയപാതയ്ക്ക് ഇരുവശവും എത്താൻ നിർമ്മിച്ച അടിപ്പാത ദുരിതപാതയായി. ഇവിടെ അനുവദിച്ചു കിട്ടിയത് 45 മീറ്റർ നീളത്തിൽ ഇടനാഴി പോലെ ഒരു അണ്ടർ പാസേജ്. വെളിച്ചക്കുറവും മുട്ടോളം ചെളിയും ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള യാത്ര ദുരിതമാക്കുന്നു. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.